നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച ചെയ്യുന്ന വിഷയം ക്യാൻസർ ചികിത്സയെക്കുറിച്ചാണ്. വിഷയത്തിൽ നമ്മളൊപ്പം സംസാരിക്കുവാനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സതീഷ് പത്മനാഭനാണ് ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആദ്യം തന്നെ എന്താണ് ക്യാൻസർ? എല്ലാവർക്കും പേടിപ്പിക്കുന്ന ഒരു രോഗമാണ്. എന്താണ് ശരിക്കും ക്യാൻസർ? ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്നോർമൽ അൺകൺട്രോൾഡ് പ്രോളിഫറേഷൻ ഓഫ് സെൽസ്, അതായത് അസാധാരണമായിട്ട് നിയന്ത്രണമില്ലാത്ത ഒരു സെല്ലിൻ്റെ വർധനയാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ സെല്ലിനെ കൊണ്ട് ഒരു ഗുണമില്ല. സാധാരണ ഒരു സെല്ല് ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യത്തില്ല. പല ദിക്കിൽ അത് എത്തിപ്പെടുകയും ചെയ്യും. ഒരു സ്ഥലത്തിൽ മാത്രമായിട്ട് നിൽക്കില്ല. അപ്പോൾ അത് മറ്റു സ്ഥലത്ത് എത്തിയാലും അവിടെയുള്ള സെല്ലുകളെ നശിച്ചിട്ട് ഇത് സ്വന്തം പണി ചെയ്യാനും ഒക്കത്തില്ല. ഉള്ള പണി ചെയ്യുന്ന സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെല്ലിൻ്റെ കൂട്ടായ്മയാണ് ഈ ക്യാൻസർ. ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിച്ചെത്താനുള്ള ഒരു കഴിവും കൂടി ഉള്ള ഒരു രോഗമാണ്. മെറ്റാസ്റ്റസിസ് എന്ന് പറയും. നമ്മളൊരു സ്പ്രെഡ് എന്ന് പറയുന്നത് വ്യാപിക്കലിൻ്റെ സാധ്യത കഴിവുമുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് തടയാനുള്ള അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പല മാർഗങ്ങളും ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങളും കുറേ നമ്മൾ പഠനങ്ങൾ മുഖാന്തരം ഈ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സിലൂടെ നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഭൂരിഭാഗം ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇറ്റ്സ് എ $1 million ക്വസ്റ്റ്യൻ ആസ് മെനി പീപ്പിൾ സേ. അത് പറയുക തന്നെ പല തരത്തിലുള്ള പുരോഗമനം വന്നതുകൊണ്ട് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതെങ്ങനെ ഉൽപ്പന്നമാവുന്നു, അതിൻ്റെ ഓരോരോ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ എന്താണെന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ചികിത്സിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഒരു പരിധി വരെ നമുക്ക് സക്സസ് കിട്ടിയിട്ടുമുണ്ട്. ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടല്ലോ ഈ രോഗത്തെക്കുറിച്ച്. ഇത് പകരുമോ? ഇല്ലെങ്കിൽ കുറേ പേര് പറയുന്ന കേൾക്കാം ഇത് പാരമ്പര്യമായിട്ടുണ്ട്, അച്ഛനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, അങ്ങനെ വരുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാസ്തവമുണ്ടോ അതിൽ? അതായത് ആദ്യത്തെ കാര്യം പകരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ക്യാൻസർ രോഗം ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരത്തില്ല. രണ്ടാമത്തെ കാര്യം പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഒരു 10-15% ക്യാൻസറുകൾ മാത്രമേ പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. ബാക്കി ഭൂരിഭാഗം ഉള്ളത് നമ്മുടെ ജീവിതശൈലിയായിട്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഉള്ള സെല്ലുകളിൽ സംഭവിക്കുന്ന ചേഞ്ചസ് കൊണ്ടോ വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഈ റേഡിയേഷൻ്റെ പ്രാധാന്യം എപ്പോഴാണ് വരുന്നത്? ഈ ക്യാൻസർ ചികിത്സയുടെ ഏത് ഘട്ടത്തിലാണ് നമുക്ക് റേഡിയേഷൻ ആവശ്യമായി വരുന്നത്? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് സ്റ്റേജ്, അതായത് ഘട്ടം. നമ്മൾ പറയുന്ന മാതിരി ഏർലി സ്റ്റേജ്, തുടക്കത്തിലുള്ള പ്രശ്നമാണോ അതോ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണോ? രണ്ടാമത്തത് ഏത് ഭാഗത്താണോ ഈ ക്യാൻസർ തുടങ്ങുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഈ റേഡിയേഷൻ ചികിത്സയുടെ പ്രാധാന്യം വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, ഈ ചെവി, മൂക്ക്, വായ, തൊണ്ട ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെ സർജറിക്കൊപ്പം തന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാവുന്ന ഗർഭാശയത്തിൻ്റെ വാതിലിലുണ്ടാവുന്ന സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിന് വളരെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റാണ്. നേരെ മറിച്ച് ഇപ്പോൾ ആമാശയത്തിലുണ്ടാവുന്ന ഒരു ക്യാൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ വൻകുടലിലുണ്ടാവുന്ന ക്യാൻസർ ആണെങ്കിൽ സർജറിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. അപ്പോൾ ഏത് സ്ഥലത്താണോ ഇത് തുടങ്ങുന്നത്, ഏത് രീതിയിലുള്ള ട്യൂമറാണെന്നുള്ളതനുസരിച്ചിട്ട് റേഡിയേഷൻ്റെ പ്രാധാന്യം വരും. രണ്ടാമത്തെ കാര്യം ഏത് സ്റ്റേജിലാണെന്നുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകളിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ റേഡിയേഷൻ മാത്രം തന്നെ മതിയായിരിക്കും. മറിച്ച് കുറച്ചൊരു സ്റ്റേജ് കടന്നിട്ടുണ്ട്, അധികം വ്യാപിക്കലില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ കീമോതെറാപ്പി എന്ന് പറയുന്ന ഇഞ്ചക്ഷനായിട്ടുള്ള മെഡിസിൻ്റെ കൂടെ തന്നെ റേഡിയേഷൻ ചെയ്യാനുള്ള ഒരു ആവശ്യം വന്നേക്കാം. ഒരുപാട് മുതിർന്ന ഒരു ക്യാൻസർ ആണെങ്കിൽ ഒരുപക്ഷെ ആദ്യം സർജറി ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലായിട്ട് കുറച്ച് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. അങ്ങനെ പല തരത്തിൽ പല ഘടകങ്ങളായിട്ട് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഓരോ ചികിത്സയുടെ ഭാഗമായിട്ട് അത് വരുന്നുണ്ട്. വേറൊരു സംശയമുള്ളത്, ഈ സെല്ലുകളിൽ എന്താണ് ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത്? ഏതൊരു സെല്ലിനും നമ്മളെല്ലാവർക്കും അറിയുന്ന പോലെ DNA എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റാണ് വളരെ പ്രധാനപ്പെട്ട ഈ സെല്ലിൻ്റെ പ്രവർത്തനം, ഈ സെല്ലിൻ്റെ വർധനം നിയന്ത്രിക്കുന്ന ഒരു മോളിക്യൂൾ. ആ DNA ആണ് ഈ റേഡിയേഷൻ കൊണ്ട്. റേഡിയേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയണൈസിങ് റേഡിയേഷൻ, അതായത് വളരെ ഊർജ്ജം കൂടിയ ഒരു റേഡിയേഷൻ വികിരണം ഒരു സെല്ലിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിലുള്ള DNA നശിക്കുന്നുണ്ട്. അത് കാരണം സെല്ല് വർദ്ധിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നുണ്ട്. ആ സെല്ല് സ്വാഭാവികമായിട്ട് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് DNA ആണ്.
ഇതിൽ DNA നശിക്കുന്നതുകൊണ്ട് ആ സെല്ലിൻ്റെ എൻസൈംസിലും പ്രോട്ടീൻസിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും അത് കാരണം തന്നെ ഈ ക്യാൻസർ സെല്ല് വർദ്ധിക്കാതെ പോകുന്നതും നശിച്ചു പോകുന്നതും ബാക്കിയുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് എത്താനുള്ള ഒരു ശേഷി നഷ്ടപ്പെടുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു കോളർ ഉണ്ട് ചെന്നൈയിൽ നിന്ന്, അലാവുദ്ദീൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം. ഹലോ. നമസ്കാരം, പറയണേ. നമസ്കാരം. ഞാനൊരു സംശയം ചോദിക്കാൻ പറ്റിയ ഡോക്ടർ സംസാരിക്കാനാണേ. പറഞ്ഞോളൂ. ഡോക്ടറെ ഹെഡ് സർജറി പറഞ്ഞല്ലോ ഡോക്ടറെ. നമസ്കാരം. ടിവിയുടെ ശബ്ദം കുറച്ച് വെക്കുമോ? നിങ്ങൾ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുമോ? കാരണം അതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നത്. ഞാന് ഹെഡ് ആൻഡ് നെക്കിനെ കുറിച്ച് ചോദിക്കുകയാണ്. പറഞ്ഞോളൂ. സർജറിയും റേഡിയേഷനും പറഞ്ഞു. റേഡിയേഷനും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എത്ര പ്രയോജനമാണ് ഈ ഹെഡ് ആൻഡ് നെക്ക് സർജറി? ഈ ഹെഡ് ആൻഡ് നെക്കിൽ വളരെ നല്ല ചോദ്യമാണ്. ഹെഡ് ആൻഡ് നെക്കിൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനും ന്യൂക്ലിയർ മെഡിസിൻ്റെ ഉപകരണം കൊണ്ട് കുറേ ടെസ്റ്റുകളും അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. തൈറോയിഡ് ക്യാൻസറിന് പ്രത്യേകിച്ചിട്ട് ചില ടൈപ്പ് ക്യാൻസറുകളുണ്ട്. പാപ്പിലറി കാർസിനോമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുന്ന സാങ്കേതികമായിട്ടുള്ള ഒരു ടൈപ്പ് ക്യാൻസറുകളിൽ ഈ റേഡിയോ അയോഡിൻ, അതായത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന അയോഡിൻ മോളിക്യൂൾസ് കൊണ്ട് ന്യൂക്ലിയർ മെഡിസിൻ്റെ സഹായം കൊണ്ട് ആ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയോ അയോഡിൻ തെറപ്പി എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയർ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റിയിലൂടെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. അത് കൂടാതെ തൈറോയിഡിനുള്ള സ്കാനിങ്ങിന് പ്രത്യേകത അയോഡിൻ സ്കാനാണ്. കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അയോഡിൻ ഒരുപാട് അപ്ടേക്ക് ചെയ്യും. അപ്പോൾ ഈ ക്യാൻസറുള്ള സെല്ലുകൾ, തൈറോയിഡിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ക്യാൻസർ സെൽ ശരീരത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ അയോഡിൻ അപ്ടേക്കിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതായത് ഒരു വേറെ എവിടേക്കും വ്യാപിക്കലുണ്ടോ എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടാവാന്നുള്ള ഒരു ടെസ്റ്റായിട്ടും കൂടി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. വളരെയധികം നന്ദി വിളിച്ചതിന്. നമുക്ക് കൊല്ലത്ത് നിന്ന് സജിത എന്ന കോളർ കൂടിയുണ്ട്. സജിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം, പറയണേ. നമസ്കാരം ഡോക്ടർ. അത് പാൻക്രിയാസ് ക്യാൻസറിന്റെ അത് സർജറി ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ടുള്ളത്. പാൻക്രിയാസ്, അതായത് ആഗ്നേയഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ക്യാൻസറിൽ പലപ്പോഴും ഒന്നാമത്തെ കാര്യം അതിൻ്റെ സിംറ്റംസ് വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സിംറ്റമാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചുറ്റുള്ള ഭാഗങ്ങളിൽ, അതായത് വലിയ രക്തനാളത്തിനോ അല്ലെങ്കിൽ കരളിലേക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ ഒരുപാട് ഭാഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് സർജറി ചെയ്ത് ഒഴിവാക്കാൻ പ്രയാസമായിരിക്കാം. കൂടാതെ അടുത്തുള്ള ഒരുപാട് കഴലുകളിലേക്ക് വ്യാപിക്കലുണ്ടെങ്കിലും നേരെ തന്നെ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം കുറച്ച് കീമോതെറാപ്പി ഇഞ്ചക്ഷൻ കൊടുത്ത് അതിൻ്റെ അളവും വലിപ്പവും ഒന്ന് ചുരുങ്ങി കഴിഞ്ഞിട്ട് ഒന്നുകൂടി സർജറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ സർജറി ചെയ്യുന്നതായിരിക്കും. വളരെ നന്ദി. നമുക്ക് കൊച്ചിയിൽ നിന്ന് സണ്ണി എന്ന് പറഞ്ഞൊരു കോളർ കൂടിയുണ്ട്. സണ്ണി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ. നമസ്കാരം, പറയണേ. സാറേ, എന്റെ ഈ നമ്മുടെ മുലക്കണ്ണിന്റെ അവിടെ ഈ തടിപ്പ് പോലെ കാണുന്നുണ്ട്. അപ്പൊ അത് എന്താന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇങ്ങനെ നിങ്ങളുടെ മുലക്കണ്ണിൽ തടിപ്പ് പോലെ കാണുന്നുണ്ടെന്നാ? അതെ. പ്രായം എത്രയാണെന്ന് അറിയാൻ പറ്റുമോ നിങ്ങളുടെ? പ്രായം ഒരു 52, 53. ഓക്കെ. ഇത് ഈയിടയ്ക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലേ? അതെ. ഓക്കെ. സാധാരണഗതിയിൽ ഒരു 80% തടിപ്പുകളും ഇങ്ങനെ കാണുന്ന മുഴകൾ ഒരു ക്യാൻസർ ആവണമെന്നില്ല. ഒരു 20% മാത്രമേ ഈ ഒരു രോഗമായിട്ട് മാറാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ തടിപ്പ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടെസ്റ്റിൽ തന്നെ ഈ തടിപ്പിൽ നമുക്ക് കുത്തി പരിശോധിക്കാനുള്ള FNAC എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സ്ഥിരീകരണം കഴിഞ്ഞിട്ട് ഏത് രീതിയിൽ ചികിത്സ വേണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങളൊരു സർജനെ കാണുന്നത് നല്ലതായിരിക്കും. നെയ്യാറ്റിൻകരയിൽ നിന്ന് ആനി എന്നൊരു കോളർ കൂടെ ഉണ്ട്. ആനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം, പറയണേ. നമസ്കാരം ഡോക്ടർ. എൻ്റെ പേര് ആനി എന്നാണ്. എനിക്ക് നേരത്തെ ഞാനൊരു പ്രോഗ്രാം കണ്ടതില് അതില് ക്യാൻസറെ പറ്റി തന്നെയാണ് ഒരു ഡോക്ടർ സംസാരിച്ചിരുന്നത്. അതില് പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുന്ന പറയുന്നത് കേട്ടു.
അപ്പൊ ഇവിടെ അമ്മയ്ക്കും അമ്മയുടെ പപ്പയ്ക്കും ഒക്കെ ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഇങ്ങോട്ട് ഹസ്ബൻഡിലോട്ട് വരുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും വന്നിട്ടുണ്ടെന്ന്? ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും അമ്മയുടെ പപ്പയ്ക്കും വന്നിട്ടുണ്ട്. പപ്പയ്ക്ക് വായിലായിരുന്നു, അമ്മയ്ക്ക് തൊണ്ടയിലായിരുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ട് വരും എന്ന് പറയുന്നത് കേട്ടു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ. ഈ പാരമ്പര്യമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി 10-15% ക്യാൻസേഴ്സ് മാത്രമേ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൽ 5% ചോടെ മാത്രമേ ഈ പാരമ്പര്യമായിട്ട് വരാനുള്ള ക്യാൻസേഴ്സിൻ്റെ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരുപാട് പേടിക്കേണ്ടതില്ല. അധികം റിസ്ക് ഫാക്ടേഴ്സ്, അതായത് പുകവലി ഇല്ല, മുറുക്കലിൻ്റെ ശീലം ഇല്ല, അങ്ങനെ ഇല്ലെങ്കിൽ, വേറെ ലക്ഷണങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഹെറിഡിറ്ററി ക്യാൻസറായിട്ട് വലിയ തോതിൽ പേടിക്കേണ്ടതില്ല. ചെറിയ തോതിൽ എന്തെങ്കിലും സിംറ്റംസ് കാണുവാണെങ്കിൽ, എന്തെങ്കിലും വായിൽ മാറാത്ത വ്രണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. പറയൂ. എനിക്ക് മുന്തിരിക്കൊല വളർന്നിട്ട് കീമോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും കൺസൾട്ടേഷന് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഇനി വരാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ ഏത് പ്രായത്തിലായിരുന്നു? എത്ര കൊല്ലമായിട്ടുണ്ട്? എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ഞാൻ അതിനുശേഷം പ്രഗ്നന്റ് ആയ 2 മക്കളുണ്ട്. എന്നിട്ടും കൺസൾട്ടേഷന് ചെല്ലാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനി അത് വരാൻ ചാൻസ് ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റിന് പോകുന്നത് അത്യാവശ്യമാണ്. 10 കൊല്ലം വരെ എന്തായാലും നിർബന്ധമാണ്. ശരി ഡോക്ടർ, താങ്ക് യു. വെൽക്കം. വളരെ നന്ദി. നമുക്ക് ഒരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമുക്ക് സ്മിത എന്ന് പറഞ്ഞൊരു കോളറുണ്ട് പെരുമ്പാവൂരിൽ നിന്ന്. സ്മിത, ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം, പറയൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഞാൻ വിളിച്ചത് ചേട്ടന്റെ അമ്മായിയുടെ മോന് ബ്ലഡിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്ത് ക്യാൻസർ ആയിരുന്നു? ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ചേട്ടന്റെ അമ്മായിയുടെ മോന്. അപ്പൊ നമ്മള് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോയതാ. തിരുവനന്തപുരത്ത് റീജിയണൽ കൺസൾട്ടറി കൊണ്ടുപോയി. ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പല്ലൊക്കെ കുത്തിയപ്പോ മോണയ്ക്കൊക്കെ നീര് വെച്ചു. അങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. മീൻ തിന്നപ്പോ പല്ലിന്റെ ഇടയിൽ മുള്ളു പോയിന്ന് പണ്ട് വീർത്തിയിട്ട് കുത്തി നീര് വെച്ചു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ കൗണ്ടില് ഒത്തിരി വ്യത്യാസം കാണിച്ചു. എത്ര വയസ്സായിരുന്നു കുട്ടിക്ക്? എത്ര വയസ്സുണ്ട്? 43 വയസ്സ്. കുട്ടിക്ക് 43 വയസ്സുണ്ട്. ശരി. അപ്പൊ ഇത് അവിടെ കീമോ ഒക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് മാനസിക വൈകല്യക്കുറവുണ്ട്. അതുകൊണ്ട് കീമോ ചെയ്യാനൊന്നും ഇവർ സമ്മതിക്കുന്നില്ല. കീമോ ചെയ്യേണ്ട ഡേറ്റ് പറയണ അന്ന് അവിടെ തിരുവനന്തപുരത്ത് ചെല്ലില്ല, അതിന്റെ സിറ്റുവേഷൻ ചെല്ലും. അപ്പൊ അവിടേക്ക് അങ്ങനെ കിട്ടൂലല്ലോ. പിന്നെ കൊണ്ടെടുക്കാനുള്ളത് അനിയനും അങ്ങനെ തന്നെ, ഭാര്യയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇന്നത്തെ തലമുറ മക്കളാണെങ്കിൽ അതിലും വൈകല്യ കുറവുള്ള മക്കളായിട്ട് ജനിച്ചിരിക്കണം. താങ്കളുടെ സംശയം എന്തായിരുന്നു? സംശയം എന്ന് വെച്ചാൽ ഇപ്പൊ 5-8 മാസം ആയിട്ടുണ്ട് ഇത് നമ്മൾ അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ഗംഗാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു വെൽഫെയറില്. അപ്പൊ ഗംഗാൻ ഡോക്ടർ പറഞ്ഞു നമുക്ക് കീമോ ചെയ്ത് റെഡി ആക്കി എടുക്കാൻ കുഴപ്പമില്ല, എന്താണ് എന്താന്ന് വെച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ കീമോ ചെയ്യാൻ തയ്യാറല്ല. ഇതിന് ആരോ കീമോ ചെയ്താൽ മരിച്ചു എന്ന് പറഞ്ഞ് പേടിച്ചിട്ടില്ല. ഇതിനെന്തായാലും ഈ ഒരു പ്രശ്നത്തിന്, ബ്ലഡ് ക്യാൻസറിന് പ്രധാനപ്പെട്ട ചികിത്സ കീമോതെറാപ്പി തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ ഫലപ്രദമായിട്ട് മാറിക്കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആളിനെ ഒന്ന് കൗൺസിൽ ചെയ്ത്, ഒരുപക്ഷെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പും കൂടി വേണ്ടി വന്നേക്കാം. ഒരു കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് എത്രയും വേഗം കീമോയിലേക്ക് നയിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ല ബ്ലഡ് അല്ലമ്മ, അതിന് ഈ ഒരു പ്രശ്നത്തിന് ട്യൂമർ സെൽസിൻ്റെ ഒരു കുറവ് കിട്ടിയാലേ ബ്ലഡ് നിൽക്കുകയുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് കീമോതെറാപ്പിയിലേക്ക് എത്രയും വേഗം ആളിനെ കൊണ്ടുപോകണം കേട്ടോ. നന്ദി. കഴിഞ്ഞു പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി എത്രയും വേഗം ചെയ്യിക്കാം കേട്ടോ. ദൃശ്യ എന്നൊരു കോളറുണ്ട്. ദൃശ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ്. പറയൂമ്മ. ഇപ്പം കീമോ കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി. പേരൊന്നും കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ എന്നാ കഴിക്കാൻ പറ്റും? അച്ഛന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? നാവിന്റെ മുകളിൽ. ഓക്കെ. ഇപ്പൊ എത്ര കഴിഞ്ഞു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്?
റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷമായി. സാധാരണ ഒരു 9 മാസം ആവുമ്പോൾ ഒരുവിധം ടേസ്റ്റും കാര്യങ്ങളും തിരിച്ച് കിട്ടേണ്ടതാണ്. ചിലവർക്ക് ഒരു 2 കൊല്ലം വരെ അല്ലെങ്കിൽ 2.5 കൊല്ലം വരെ എരിവുള്ളത് കൂട്ടാൻ ഒരുപാട് പ്രയാസം കാണലുണ്ട്, ഒരു 10% ആൾക്കാർക്ക്. കുറച്ച് അത് കർശന ഒരു റെഗുലറായിട്ടുള്ള ഫോളോ അപ്പിലൂടെ അത്യാവശ്യമുള്ള അഡീഷണൽ മെഡിസിൻസ് അതിന് വേണ്ടി കഴിക്കുമ്പോൾ തന്നെ ഒരു കാലക്രമേണ ഒരു മാറ്റം വരേണ്ടതാണ് കേട്ടോ. പല്ല് വെക്കാൻ സാധാരണ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതല്ലേ. ഈ സമയത്ത് ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് കഴിയുന്നതും പല്ല് പറിക്കാൻ നിൽക്കണ്ട, അല്ലാണ്ട് തന്നെ പല്ല് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. വെൽക്കം. ഡോക്ടർ, നമുക്ക് നേരത്തെ സ്മിത എന്ന് പറഞ്ഞ കോളർ ചോദിച്ചിരുന്നു, നമ്മൾ 8 മാസം കഴിഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞതിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. നേരത്തെ അറിയുന്നതിലെ ഒരു ഗുണം എന്താണ്, അതിൻ്റെ ഒരു മെച്ചം എന്താണ്? അതെ, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ക്യാൻസർ ഇസ് ക്യൂറബിൾ എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഹിഡൻ ഈ കണ്ടീഷൻ സപ്ലൈ മാതിരി ഇഫ് ഡിറ്റക്ട് ഇൻ ഏർലി സ്റ്റേജ്, അതായത് നേരത്തെയുള്ള സ്റ്റേജിൽ തന്നെ കണ്ടെത്തുവാണെങ്കിൽ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാനുള്ള സാധ്യതയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ വളരെ കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണ്. 1ാമത്തെ 2ാമത്തെ സ്റ്റേജിൽ 90% കൂടുതൽ ആൾക്കാർക്ക് അത് മാറിക്കിട്ടുന്ന ഒരു രോഗമാണ്. നേരെ മറിച്ച് ഒരു 3ാമത്തെ 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ 50% ചോടെ മാത്രമേ അതിൻ്റെ ഒരു ഫലം നമ്മൾ കാണുന്നുള്ളൂ. മാത്രമല്ല, ഇന്നും ഇത്രയും ബോധവൽക്കരണവും അവയർനെസ്സും ഉണ്ടായിട്ടും കൂടി ഇപ്പോഴും നമ്മളൊരു 50-60% ആൾക്കാർ ഇപ്പോഴും ഒരു 3ാമത്തെ 4ാമത്തെ സ്റ്റേജിൽ ഡയഗ്നോസ് ആവുന്നു എന്നുള്ളതാണ് നഗ്നസത്യം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ അതിനെ തടയണം, അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ബോധവൽക്കരണമായാലും ശരി, ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനമായാലും ശരി, അതിലേക്കൊരു പരിശ്രമം എടുത്തേ പറ്റുള്ളൂ. വർക്കലയിൽ നിന്ന് സൈന എന്ന് പറഞ്ഞൊരു കോളറുണ്ട്. സൈന, ഡോക്ടറോട് ചോദിച്ചോളൂ. സൈന, ടിവിയുടെ ശബ്ദം കുറച്ച് വെക്കും, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുമോ? സാർ, ഞാൻ 1.25 വർഷമായിട്ട് RCCയുടെ ട്രീറ്റ്മെന്റ് ആണ്, ബ്ലഡ് ക്യാൻസർ ആണ്. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാ മാം, ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ഫോണിൽ ശ്രദ്ധിച്ച് പറഞ്ഞോളൂ. പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ MDX എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിക്കുന്നുണ്ട് സാർ. സാർ, ഞാൻ ഇനി 2.5 വർഷം ഗുളിക കണ്ടിന്യൂ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ 2.5 വർഷം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പെയിൻ ആണ് ഡോക്ടർ. ഈ ഗുളിക കടിക്കുന്നോണ്ടാണോ എന്നറിയാൻ വയ്യ, പക്ഷെ ഓൾറെഡി എനിക്ക് ഷുഗർ ഉള്ളതാ. പെയിൻ എവിടെയാ? ശരീരമൊക്കെ ഭയങ്കര വേദന, ജോയിന്റ് ഒക്കെ വേദന. ഓക്കെ, മീത്തോട്രിക്സേറ്റ് ഗുളിക കഴിക്കുമ്പോൾ സാധാരണ 2 സൈഡ് എഫക്ട്സ് നമ്മൾ കാണലുണ്ട്. ഒന്ന്, ഈ മ്യൂക്കോസ എന്ന് പറയുന്ന ഈ വായ, തൊണ്ട, ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു വ്രണങ്ങൾ ഉണ്ടാവാം. അത് കൂടാതെ ഈ ജോയിൻറ്റ് പെയിൻസ് ഈ ലോങ് ടേം ആയിട്ട് കഴിക്കുമ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ അനിവാര്യമായിട്ട് 2.5 മുതൽ 3 കൊല്ലം വരെ കഴിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു സൈഡ് എഫക്റ്റ് നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. എന്തായാലും മെയിൻ ട്രീറ്റ്മെൻറ്റ് നിർത്തണ്ട കേട്ടോ. വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ, വേറൊരു സംശയം ചോദിക്കാനുള്ള, ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതേതെങ്കിലും അടുത്തുള്ള അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഓക്കെ, ഏതൊരു ചികിത്സ എന്ന് പറയുമ്പോഴും ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുവശം ദോഷമാണ്. ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വാർഡ്. നമ്മളൊരു സർജറി ആണെങ്കിലും അതിന് ഒരു മുറിവുണ്ട്, ഒരു കലയുണ്ട്, പാടുണ്ട്. കീമോതെറാപ്പി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. മുടിക്കൊഴിച്ചിലുണ്ടാവാം, കൗണ്ടിൻ്റെ കുറവുണ്ടാവാം, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, വിശപ്പ് കുറവുണ്ടാവാം. അതുമാതിരി തന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിനും ഏത് ഭാഗത്താണോ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സ് കുറച്ച് താൽക്കാലികമായിട്ടുള്ളതും ദീർഘകാലത്തേക്ക് നിൽക്കുന്ന ഒരു സൈഡ് എഫക്ട്സും കൂടി നമ്മൾ കാണലുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ ക്ലാസിക്കലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് ചെയ്യുമ്പോൾ നാവിനെയും കവളിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗത്തേക്ക് വ്രണം ഉണ്ടാവുന്നതും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള താൽക്കാലികമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് വരുന്നതും നമ്മൾ സാധാരണ കാണലുണ്ട്. അതേമാതിരി തന്നെ ലോങ് ടേം ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഉമിനീർ ഗ്രന്ഥിൻ്റെ പ്രവർത്തനം കുറയുകയും വായിന് വരൾച്ച, ഉണക്കം ഉണ്ടാവുകയും അത് കാണുന്നത് പണ്ടത്തെ ടെക്നിക്ക് വെച്ച് ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ആധുനിക സംവിധാനം കൊണ്ട് നമുക്ക് ആ സൈഡ് എഫക്റ്റ് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. റേഡിയേഷൻ ചെയ്ത ഭാഗത്തേക്ക് ഇടയ്ക്ക് ചെറിയ തോതിലൊരു നീരോ ഒരു വലിച്ചിലോ
ഒരു ഇറുക്കം, ഒരു ടൈറ്റ്നെസ് എന്ന് പറയും. അങ്ങനത്തെ സൈഡ് എഫക്ട്സ് നമ്മൾ കാണലുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ വയറ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ റേഡിയേഷൻ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു രീതിയിൽ ഓക്കാനയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വയറിളക്കോ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ കൊണ്ട് പണ്ടുണ്ടായിരുന്ന തൊലിയിലുള്ള മാറ്റങ്ങളോ കരുവാളിപ്പോ ഇപ്പോൾ അധികം കാണലില്ല. ഈ അടുത്തുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പോൾ അന്നനാളത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ചുമരിനോ ചെറിയ രീതിയിലെങ്കിലും റേഡിയേഷൻ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സംവിധാനം കൊണ്ട് വളരെ നല്ല രീതിയിൽ ആ ഡോസ് നമുക്ക് കുറച്ചിട്ട് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ആറ്റിങ്ങളിൽ നിന്നൊരു കോളറുണ്ട്. ഗോപൻ ഡോക്ടറോട് ചോദിച്ചോളൂ. അസുഖത്തിനെ പറ്റി ചോദിക്കാനാണ്. പറഞ്ഞോളൂ. വൈഫിന് ക്യാൻസർ ആയിരുന്നു. ഏത് ഭാഗത്തായിരുന്നു, എന്തായിരുന്നു? അതിപ്പോ 5 വർഷം കഴിഞ്ഞ ആള് മരണപ്പെട്ടു. ഈ ഒരു കൊച്ചുണ്ട്. ഈ കൊച്ചിന് ഇതിന് വല്ല വാദം വരും? അല്ല, ഈ പാല് കുടിക്കുമ്പോഴേ ഒരു മാറിനെ കുടിക്കോളായിരുന്നു, ഒന്നും കുടിക്കൂല. ഈ മാറാണ് എടുത്തത്. ശരി. ഇപ്പോൾ കുട്ടി എത്ര വയസ്സായി? എന്ത് കുട്ടി? മോനോ മോളോ? 11 വയസ്സായി. മോനോ മോളോ? മോന്. ഓക്കെ. ഇപ്പോൾ വൈഫിന്റെ ഫാമിലിയിൽ അവർക്ക് മാത്രമാണോ പ്രശ്നമുള്ളത്? അവരുടെ ഫാമിലിയിൽ വേറെ ആർക്കും ഇല്ലല്ലോ? ഫാമിലിയിൽ അവർക്ക് മാത്രമാണ് വന്നത്. ഫാമിലിയിൽ ആർക്കും ഇല്ല? വൈഫിന്? ഓക്കെ. ഈ കൊച്ചു ഇതിന്ന് പാല് കുടിക്കൂലായിരുന്നു. അപ്പൊ കുറച്ച് ഒരു 5 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇവന് ഒരു 7 വയസ്സ് ആകുമ്പോഴാണ് ഇത് പുറത്ത് നമ്മൾ അറിഞ്ഞു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി. ശരി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആള് മരണപ്പെട്ടു. 1 കൊല്ലമായി. ഇപ്പൊ താങ്കളുടെ സംശയം കൊച്ചിന് എന്തെങ്കിലും ബാധിപ്പ് ഉണ്ടാവോ എന്നാണോ? സാധാരണ തോതിൽ കൊച്ചിന് സാധാരണ ഏതൊരാൾക്കും ഉള്ള ഒരു റിസ്കേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള റിസ്ക് എന്ന് പറയാൻ മാത്രം ഇല്ല. നമ്മൾ ആരെങ്കിലും കാണിക്കണോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, വൈഫിന് മാത്രമേ ഉള്ളൂ അവരുടെ ഫാമിലിയിൽ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിനായിട്ട് കാണിക്കേണ്ടതില്ല. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആഹാരം കഴിക്കാൻ ആള് എലുമ്പ് കണക്കിരിക്കുകയാണ്. അത് അങ്ങനെ ആ ഒരു രീതിയിൽ ഓരോ ന്യൂട്രീഷണൽ ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുന്നത് നല്ലതാണ്. ബേസിക്കലി അവരുടെ ബാക്കി കൗണ്ടും കാര്യങ്ങളും നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ. ഇതിനായിട്ടൊരു ക്യാൻസറായിട്ട് പേടിക്കേണ്ടത് വേറെ ലക്ഷണം ഇല്ലെങ്കിൽ ഇല്ലാന്ന് തോന്നുന്നു. ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോളർ ഉണ്ടാകും തന്നെ, ബഹ്റൈനിൽ നിന്ന് മഞ്ജു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറയുമോ ഡോക്ടർ? ഞാൻ ബഹ്റൈനിൽ നിന്നാണ്. എന്റെ മദർ ഇൻ ലോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു 5 years മുന്നേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡില് ചെറിയൊരു ട്യൂമർ വന്നിട്ട് മിംസ് തന്നെയായിരുന്നു സർജറി ചെയ്തിരുന്നത്. നമുക്കിപ്പോ 5 years ആയി കഴിഞ്ഞ വർഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോ അതിൽ വീണ്ടും ഒരു ഗ്രോത്ത് കണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു ഇപ്പൊ സർജറിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന്. ഒരു 1 year ആയി. അപ്പൊ കഴിഞ്ഞ ആഴ്ച വീണ്ടും സുഖമില്ലാതെ ആയപ്പോ സ്കാൻ ചെയ്തപ്പോ സെയിം ഗ്രോത്ത് തന്നെയാണ്. നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സർജറി എന്നാണ് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ചെയ്യാതിരിക്കുമ്പോ അതൊരു ക്യാൻസർ ആയി മാറുമെന്നൊരു. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇതിൽ 2 വളരെ പ്രധാനപ്പെട്ടതാണ്. പിറ്റ്യൂട്ടറി അഡിനോമ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രോബ്ലി താങ്കൾ പറയുന്നത്. ഇതൊരു ക്യാൻസർ ട്യൂമർ അല്ല. ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. ഇതിന് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് കൊല്ലങ്ങളോളം ഇത് വളർച്ചയൊന്നും ഉണ്ടാവാണ്ട് തന്നെ അവിടെ ഉണ്ടാവും. സ്കാനിങ്ങിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആൾക്ക് വലിയ തോതിൽ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അത് വെയിറ്റ് ആൻഡ് വാച്ച്, അതായത് നമ്മൾ പീരിയോഡിക്കലി സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അതിനായിട്ട് ഇപ്പോൾ ചാടിക്കറി ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട നിർബന്ധമില്ല. വളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ഒരു സർജറിനെ കുറിച്ചും ചിന്തിക്കാൻ ആവശ്യം വരാം. ഡോക്ടർ, വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇനി ഈ ക്യാൻസർ രോഗികൾക്കുള്ള ഒരു സന്ദേശം. ബേസിക്കലി ഫിയർ ദ ഡിലേ നോട്ട് ദ ഡിസീസ്. അതായത് രോഗം വൈകി കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ പേടിക്കേണ്ടത്, രോഗത്തിനെ കുറിച്ചല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ ക്യാൻസറിനെ എല്ലാവരും കൂടി അതിജീവിക്കാൻ പറ്റും. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ഡോക്ടർ. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന്. നമ്മുടെ ഡോക്ടറോട് പൂർണ്ണമാകുന്നു. വീണ്ടൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.